ഉത്തർപ്രദേശിൽ പോലീസ് ഏറ്റുമുട്ടലിൽ 1 ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ച കുപ്രസിദ്ധ കുറ്റവാളി പിടിയിൽ. 2025 ഫെബ്രുവരിയിൽ ബാബ മിലാൻ ദാസ് എന്ന സന്യാസിയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി ഇസ്രയേൽ ആണ് പിടിയിലായത്. പോലീസിന്റെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും സംയുക്ത പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, തലയ്ക്ക് വിലയിട്ടിരുന്ന ഒരു കുറ്റവാളിയാണ് പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? ഇയാൾ ഏതൊക്കെ കേസിൽ പ്രതിയാണ്? രാഖി, ബാബ മിലൻ ദാസ് ഇദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. 2025 ഫെബ്രുവരി 9 ഈ ഉന്നാവോ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് കടന്നു കയറി. ഇപ്പോൾ ഈ പിടിക്കപ്പെട്ട പ്രതിയും കൂട്ടാളികളും ചേർന്ന് കഴുത്തിലും നെഞ്ചത്തിലും കഠാര കുത്തിയിറക്കി ഈ സന്യാസി വര്യനെ കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ഇയാൾ ഒളിവിൽ പോയി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നുള്ളത് ഇസ്രായേൽ എന്ന് പറയുന്നയാളാണ്. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾ ഒളിവിൽ പോയപ്പോൾ ഇയാൾക്ക് വേണ്ടി ഉത്തർപ്രദേശ് പോലീസ് സമഗ്രമായ തെരച്ചിൽ നടത്തി. മാത്രമല്ല, ഇയാളുടെ തലയ്ക്ക് ഇയാളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നുള്ളതും ഉത്തർപ്രദേശ് പോലീസ് പ്രഖ്യാപിച്ചിരുന്നു. വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇയാൾ ആഗ്ര എക്സ്പ്രസ് വേയിൽ ഒരു അണ്ടർപാസിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെ പോലീസ് ഈ സ്ഥലത്തേക്ക് പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പും അതേപോലെ തന്നെ ലോക്കൽ പോലീസും ഈ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. എന്നാൽ പോലീസിന് നേർക്ക് ഇയാൾ വെടിയുതിർത്തു. ഇതിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിന് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ആ പരിക്ക് ഗുരുതരമല്ല. പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ പ്രതിയുടെ കാലിനും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ വെടിവെച്ചാണ് ഇയാളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇയാളെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 103 വധം അടക്കമുള്ള കേസുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇയാൾ കൊടും കുറ്റവാളിയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റ് പല കേസുകളിലും ഇയാൾ പ്രതിയാണ് എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നു. ഏതായാലും ഉത്തർപ്രദേശിൽ ഇത്തരം ഗുണ്ടകൾക്കെതിരെയുള്ള നടപടികൾ തുടരുകയാണ്. യോഗിയുടെ യുപിയിൽ കാര്യങ്ങൾ വളരെ വേഗമാണ് നടക്കുന്നത് എന്നുള്ളതാണ് അല്ലേ?